ചേച്ചി ബബ്ബ കണ്ടോ? കണ്ടു ബബ്ബ കണ്ടു. എങ്ങനെയുണ്ട്? തൂക്കി തൂക്കി ബബ്ബ കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചോദിച്ചാൽ ന്യൂ ഇയറും ക്രിസ്മസും അടിപൊളിയാക്കി. ജനപ്രിയ നായകൻ ദിലീപേട്ടനും ലാലേട്ടനും വിനീതേട്ടനും അടിപൊളിയാക്കി. ഈ പടത്തിൽ ഞാനൊരു ഭാഗമായിരുന്നു, അത് ലെങ്ത് കൂടിയത് കൊണ്ട് കട്ടായി. എങ്ങനെയുണ്ട് ആൾക്കാരുടെ തിരക്കൊക്കെ? തിരക്ക് കൂടുതലാണ്, വളരെ കൂടുതലല്ലേ? തിരക്ക് വളരെ കൂടുതലാണ്. അങ്ങനെ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ദിലീപിന്റെ ബബ്ബ റിലീസ് ആയിരിക്കുകയാണ്. ഒരു ഹെവി ക്രൗഡിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോ ഈ സിനിമ ബോയ്ക്കോട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം ആളുകളുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു സമൂഹത്തെയാണ് നമ്മളിപ്പോ കണ്ടത്. ഗതാഗത നിയന്ത്രണങ്ങൾ പോലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോ വനിതാ വിനീത തിയേറ്ററിലടക്കം കാണാൻ സാധിക്കുന്നത്. കാരണം ദിലീപേട്ടൻ മാത്രമല്ല, ലാലേട്ടനും കൂടി ഉണ്ടല്ലോ. അപ്പോ ഈ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം നമുക്ക് ഈ സിനിമ കണ്ടവരോട് തന്നെ ചോദിച്ചു നോക്കാം. സത്യസന്ധമായ അഭിപ്രായങ്ങൾ, ഒട്ടും പെയ്ഡല്ല, ഒരു തരത്തിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങളല്ല, സത്യസന്ധമായ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. ബബ്ബ കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചോദിച്ചാൽ ന്യൂ ഇയറും ക്രിസ്മസും അടിപൊളിയാക്കി. ജനപ്രിയ നായകൻ ദിലീപേട്ടനും ലാലേട്ടനും വിനീതേട്ടനും അടിപൊളിയാക്കി. ഈ പടത്തിൽ ഞാനൊരു ഭാഗമായിരുന്നു, അത് ലെങ്ത് കൂടിയത് കൊണ്ട് കട്ടായി. ഒരുപാട് ഹാപ്പി. ഇത്രയും വലിയ ക്രൂവിൽ, ഇത്രയും വലിയൊരു പ്രൊഡക്ഷനിൽ ഞാനൊരു ഭാഗമാകും. ഞാൻ ആരാണ് ഏട്ടാ? വിജയണ്ണൻ തോളിൽ കയറ്റു. മൂന്നാമത്തെ ദിവസം എൻ്റെ തോളിൽ ജനപ്രിയ നായകൻ വിജയണ്ണനും തോളിൽ കയറ്റു. നമ്മുടെ സ്വന്തം കൃഷ്ണകുമാർ സാറ് അടുത്തിരുത്തി കുറേ നേരം സംസാരിച്ച്. പടത്തിലെ ക്രൂ ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും. ഞാൻ ചോദിക്കും, ഞാൻ ആരാണേട്ട് അത്രയും വലിയൊരു പടത്തിൽ ഞാൻ ഭാഗമായി. അപ്പോൾ എല്ലാവരും സിനിമ കാണുക, വിജയിപ്പിക്കുക, തിയേറ്ററിൽ വന്ന് ഹാപ്പി എൻജോയ് ചെയ്ത് പുഞ്ചിരിയായി പോവുക. അപ്പൊ ഈ സിനിമയെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് സിനിമക്ക് റിലീസിന് മുമ്പ് വന്നത്. അതായത് സിനിമ കാണും, എന്തായാലും കാണും എന്ന് പറയുന്ന ഒരു കൂട്ടം, സിനിമ എന്തായാലും കാണില്ല എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. അപ്പൊ ഈ സിനിമ കാണില്ല എന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത് ഉണ്ണിക്കണ്ണനെ? എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, അത് അവരവരുടെ ഇഷ്ടമാണല്ലോ. ഇപ്പം നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നത് വേണം, വെജ് കഴിക്കും, ചിലപ്പോൾ നോൺ കഴിക്കും, അത് അവരവരുടെ ഇഷ്ടമല്ല, അത് അവരവരുടെ ഇഷ്ടം. അത് നമുക്കൊന്നും പറയാനില്ല. എല്ലാവരും പടം കാണുക, വിജയിപ്പിക്കുക. തിയേറ്ററിൽ വന്ന ലാലേട്ടനും ദിലീപേട്ടനും വിനീതേട്ടനും ധ്യാനേട്ടനും ഹാരം കൊള്ളിച്ച പടം, ജനപ്രിയ നായകൻ ക്രിസ്മസ് അടിപൊളിയാക്കി. സത്യസന്ധമായി പറയണം, എങ്ങനെയുണ്ട് ബബ്ബ എന്ന് പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ലാലേട്ടന് ദിലീപേട്ടന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫിലിമാണ്. ഇതിൽ നമ്മൾ ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന സെറ്റപ്പ് ഒന്നല്ല, ഒരു എൻജോയ്മെൻറ്റ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, പാട്ട് വേണം, ഡാൻസ് വേണം, ഫൈറ്റ് വേണം, അങ്ങനെ കുറേ സെറ്റപ്പ്. ആ ഒരു എൻജോയ്മെൻറ്റിലുള്ള ഒരു പടം എന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ കണ്ടിടത്തോളം, ചിലപ്പോൾ എൻ്റെ ടേസ്റ്റ് ലെവലിൽ അടുത്ത ആൾ കാണാൻ പോകുന്ന ആൾക്കാർക്ക് എനിക്ക് ഇതൊരു എൻജോയ്മെൻറ്റ്, ഒരു കൈയടിച്ചിട്ട് ഒരു അലക്ക സാധനം, ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു എൻജോയ് ചെയ്യുന്ന സാധനം. ദിലീപേട്ടൻ്റെ ലാൽ സാറിൻ്റെ ഒക്കെ പടങ്ങൾ 2 TV നിന്ന് കാണുന്നത് ഈ ബബ്ബയിൽ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ കൊടുക്കണ പൈസക്ക് മുതലാണ് പടം. അതെ, നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റില്ല. ചിലവർക്ക് ഈ ചിന്തിച്ച് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അടുത്ത ക്ലൈമാക്സ് എന്തായിരിക്കും, അടുത്ത സീൻ എന്തായിരിക്കും, അങ്ങനെയുള്ളവർക്കല്ല ഇതൊരു എൻജോയ്മെൻ്റ് എന്നല്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞല്ലോ, ഫെസ്റ്റിവലല്ല ഇനി വരുന്നത്, ഫെസ്റ്റിവലുള്ളൊരു സിനിമയുണ്ട് ബബ്ബായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. CID മൂസൊക്കെ പോലെ അങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറെ ടൈപ്പ്, ഇതൊരു വേറെ ടൈപ്പ്. അതേ പറഞ്ഞല്ലോ, ഒരു സൈഡിൽ മോഹൻലാലിൻ്റെ പടം, ഒരു സൈഡിൽ ദിലീപേട്ടൻ്റെ പടം വിചാരിച്ചോ. ഇത് രണ്ടും കൂടി കൊണ്ട് കണക്ട് ആകുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഔട്ട്. അതിൻ്റെ ആ ഒരു ഔട്ടാണ് ബബ്ബ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ ഇതിൽ വേറെ സംഭവം എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു എൻജോയ്മെൻറ്റ് ചെയ്യാം, നമുക്ക് എൻജോയ് ചെയ്യാം. നിർണായകമായ ഒരു സമയത്താണ് ഈ സിനിമ റിലീസാവുന്നത്. ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസിൽ കുറ്റവിമുക്തനാണെന്ന് കോടതി പറഞ്ഞ സമയത്താണ്. പക്ഷേ ദിലീപേട്ടൻ്റെ ആ വിധിയിൽ ഒട്ടും തൃപ്തരല്ലാത്ത ഒരു വലിയ സമൂഹമുണ്ട്. അവർ ഈ സിനിമ എന്നല്ല, ദിലീപേട്ടനെ ഒരു സിനിമയിൽ കാണില്ല എന്ന് പറയുന്നുണ്ട്, ബോയ്ക്കോട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ സിനിമ കാണില്ല എന്ന് പറയുന്നവരോട് എന്താണ് ബ്രോയ്ക്ക് പറയാനുള്ളത്? നമ്മളൊരു ഞങ്ങൾ കാണില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിത് കാണാൻ കൂടുതലും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് വന്നത്. നമ്മളൊരു ജനാധിപത്യ രാജ്യമല്ലേ, നമ്മളൊരു കോടതിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. കോടതിനെ നമ്മൾ വിശ്വസിക്കുക. അദ്ദേഹം കുറ്റക്കാരനല്ലാത്തോളം അദ്ദേഹത്തിന് നല്ല കലാകാരനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ കലയാണ് നമ്മൾ ആസ്വദിക്കാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അല്ല, അദ്ദേഹം പെർഫോം ചെയ്യുന്നത് നമ്മൾ എൻജോയ് ചെയ്യാനാണ് നമ്മൾ വരുന്നത്, അദ്ദേഹത്തിൻ്റെ സിനിമ ആസ്വദിക്കാനാണ് വരുന്നത്. ഇപ്പോഴും പല സ്ത്രീകളും പറയുന്നുണ്ട്, ഇനി ദിലീപേട്ടൻ്റെ സിനിമകൾ സ്ത്രീകൾ കാണുന്നില്ല, ദിലീപേട്ടൻ്റെ സിനിമ ഇനി ഓളങ്ങളുണ്ട്. ഞാൻ അവരോട് പറയണത് തിരിച്ച് പറയാം, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബൊക്കെ നോക്ക്. കാരണം ദിലീപേട്ടൻ വരുന്നോടത്ത് ഇപ്പോഴും തേനീച്ച കൊണ്ട് കല്ലെറിഞ്ഞ പോലെയാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫാമിലീസ്, സ്ത്രീകളിൽ ദിലീപേട്ടനെ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും ഒരുപാട് ആൾക്കാരുന്നുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണം, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കലയെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ പോയി സിനിമ കാണുക. എനിക്ക് അത്രേ ഉള്ളൂ. പിന്നെ കോടതി പറഞ്ഞുകൊടുത്ത് നമുക്ക് നോക്കാം. ദിലീപേട്ടനെ ബോയ്ക്കോട്ട് ചെയ്യുന്നവരോട്, ദിലീപേട്ടൻ്റെ സിനിമ കാണില്ല എന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്?
തീർച്ചയായും കാണേണ്ട ഒരു പടമാണ്. പിന്നെ ഒരു ഫാൻസുകാരനക്ക് പറ്റിയ ഒരു പടമാണ്. മോഹൻലാലിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ദിലീപേട്ടൻ്റെയും മികച്ച ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ കൊണ്ട് എല്ലാവരും പൊട്ടിച്ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ പക്ക മാസ് കാണിക്കുന്ന നല്ലൊരു മൂവിയാണ് ബബ്ബബ്ബ. അപ്പോൾ ദിലീപേട്ടൻ്റെ സിനിമ കാണില്ല എന്ന് പറയുന്ന ഒരു വലിയ സമൂഹമുണ്ട്, സ്ത്രീകളടക്കം. ആ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ബ്രോ? കാണാത്തവർ കാണണ്ട, പക്ഷേ ഇത് കണ്ടാൽ എന്തായാലും തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ഒരു നല്ലൊരു മൂവി ആയിട്ടാണ് തോന്നുന്നത്. നല്ല വ്യത്യസ്തമായ കഥാപാത്രം ഉണ്ട് ഇതിൽ, നല്ല കോമഡി ഉണ്ട് ഇതിൽ, പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ ക്യാരക്ടർ ഉണ്ട്. റൊമാൻസും കൂടി വേണ്ടതായിരുന്നു, റൊമാൻസ് ഇതിലില്ല. എങ്കിലും കൂടി നല്ലൊരു വ്യത്യസ്തമായ ഒരു നല്ലൊരു മൂവിയാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു. ചേട്ടാ, എങ്ങനെയുണ്ട് ബബ്ബബ്ബ? ബബ്ബബ്ബ എന്ന് പറഞ്ഞാൽ മുണ്ടും വളച്ചു കുത്തി മീശയും പിരിച്ച് ലാലേട്ടൻ, പഴയ ദിലീപേട്ടൻ, റൺവേലത്തെയൊക്കെ പോലത്തെ അന്നത്തെ ദിലീപേട്ടൻ. അടിപൊളി ഫിലിം. ഇൻ്റർവെല്ല് വരെ നമുക്ക് ആ സിനിമ ഒന്ന് കണക്റ്റ് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നും. ഇൻ്റർവെല്ല് വരെ അത് കഴിഞ്ഞാൽ പടം വേറെ റേഞ്ചാണ്. ദിലീപേട്ടൻ്റെ ഇൻട്രോ തൊട്ട് വേറെ റേഞ്ചാണ്. ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു ദിലീപേട്ടൻ്റെ പടം കാണില്ല. കാണണ്ട, നിങ്ങളെന്തിനാ കാണണേ? നിങ്ങളെന്നെ ഞാൻ പറയട്ടെ, പണ്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയകളൊന്നുമില്ല, ഒരു സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. അന്നത്തെ കാലത്ത് നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് സിനിമ കാണിപ്പിച്ചിട്ടുണ്ട് ഇല്ല. നാട്ടുകാർ പറഞ്ഞു കേട്ടതനുസരിച്ച് ക്യൂവിൽ പല ദിവസം നിന്ന് ഒരിക്കലും ടിക്കറ്റ് കിട്ടാണ്ട് നമ്മളിപ്പോൾ കണ്ടുപോയ സിനിമകളാണ്. അതുപോലെ തന്നെ ഉള്ളൂ. ഇവരാരും കാണണ്ട, അറിയാണ്ട് പോയി കണ്ടോളും. ധൈര്യമായിട്ട് പോയി കാണണം. അതായത് നമുക്ക് ഏറ്റവും വലിയ സമയമാണ്, പിന്നെയാണ് പൈസ വരുന്നുള്ളൂ. ഇപ്പോൾ ആൾക്കാർ പറയും സിനിമ കണ്ടിട്ട് പറയും വരുന്നൊരു കാര്യമുണ്ട്. നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ പറയും എൻ്റെ പൈസ പോയി. പൈസയല്ല പോകുന്നത്, സമയമാണ് പോകുന്നത്. നമ്മുടെ സമയം 2.5 മണിക്കൂർ സമയം അല്ലെങ്കിൽ 3 മണിക്കൂർ സമയം, ആ സമയം നമുക്ക് ഫുൾ എൻ്റർടൈൻമെൻറ്റ് തരാണ്. നമ്മൾ സിനിമയെക്കുറിച്ച് നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മറക്കാൻ പറ്റുന്ന ഒരു സിനിമ. മൊത്തത്തിൽ അടിപൊളി. ചേട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമ എങ്ങനെയായാലും കാണില്ല, ദിലീപിൻ്റെ സിനിമകൾ ഇനി കാണില്ല എന്ന് പറയുന്ന സ്ത്രീ സമൂഹം, ഒരു വലിയ സമൂഹം ഇന്ന് കേരളത്തിൽ ഉണ്ട്. ഓക്കെ, അതിജീവിതയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ആ സമൂഹത്തിൻ്റെ നിലപാടുകളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ അതിജീവിതയ്ക്ക് സപ്പോർട്ടാണ്. ഞങ്ങളെല്ലാവരും അതിജീവിതയ്ക്ക് സപ്പോർട്ടാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഒരു മനുഷ്യനെ 8 വർഷത്തോളം നിങ്ങൾ പീഡിപ്പിച്ചു, എല്ലാവരും കൂടെ പീഡിപ്പിച്ചു. അയാളെ കുറ്റമത്തിനായിട്ട് അയാൾ പുറത്തു വന്നു, ആളൊന്നും ചെയ്തിട്ടില്ല എന്ന് വന്നു. അതിനുശേഷം പിന്നെ എന്താ അതിജീവിതയ്ക്കാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് അതിജീവിതയ്ക്കാണ്. അല്ല, ഇനി മേൽക്കോടതി വിധികളൊക്കെ ഉണ്ടല്ലോ വരാൻ. ഇത് ഒരു താഴ്ന്ന നിലയിലുള്ള ഒരു കോടതിയാണല്ലോ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും മേൽക്കോടതി ഉണ്ട്. അപ്പോൾ അതിൽ ദിലീപേട്ടൻ കുറ്റക്കാരനായിട്ട് കണ്ടെത്തും എന്ന് തോന്നുന്നുണ്ടോ? നാളെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഒരു അടുത്ത 5 വർഷം കഴിഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ആരെങ്കിലും മുണ്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വരട്ടെ, അതപ്പോഴല്ലേ, അതപ്പോൾ നോക്കാം. ആള് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് കോടതിയെ വിധിച്ചു കഴിഞ്ഞു. ആൾ 1000 വട്ടം പറഞ്ഞു, ജനങ്ങളുടെ മുന്നിൽ ആൾ ഓളിയിട്ട് പറഞ്ഞു, കരഞ്ഞു പറഞ്ഞു, ആരും കേട്ടില്ല. ഇപ്പോൾ കോടതി വിധി കഴിഞ്ഞു. ഒരു ചേച്ചി മറ്റേ ഇതിനകത്ത് ബസ്സിലിരുന്നുകൊണ്ട് കിടന്ന് ഓളി കിട്ടുമല്ലോ, ദിലീപേട്ടൻ്റെ സിനിമ നിർത്തണം. ആ ചേച്ചി കാണണ്ട, ആ ചേച്ചി മൊബൈലിൽ പോകണം കാണരുത്, അതിൻ്റെ കുടുംബത്തെ പോലും വെക്കരുത്, കാണേണ്ട കാര്യമില്ല. ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അപ്പോൾ കാണാത്തവർ കാണണ്ടെന്നാണ് പറയുന്നത്? അല്ല, ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ലോകമൊന്നുമല്ല. സിനിമ നല്ലതാണെങ്കിൽ ജനം കാണും. കാരണം അതൊരു എൻ്റർടൈനറാണ്, അതൊരു ഫാൻറ്റസിയാണ്. സിനിമ എന്ന് പറഞ്ഞ സാധനം അതാണ്, അതൊരു എൻ്റർടൈനറാണ്, ഫാൻറ്റസിയാണ്. അപ്പോൾ ബബ്ബബ്ബ എന്ന സിനിമ, അതാണ് ബബ്ബബ്ബ എന്ന സിനിമ കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് എന്നുള്ള രീതിയിലുള്ളൊരു സിനിമയാണോ? തീർച്ചയായിട്ടും. ഈ പ്രായത്തിൽ കാണേണ്ടത് ഏതു മനുഷ്യൻ്റെയും ഇപ്പം ഇറങ്ങുന്ന സാധനം ഇപ്പം കണ്ടില്ലെങ്കിൽ പിന്നെ കാര്യമുണ്ടോ? ഞാൻ 1980 ജനിച്ച ഒരാളാണ്. അന്നത്തെ രാമായണം ടി വിയിൽ വന്നപ്പോൾ അല്ലെങ്കിൽ മഹാഭാരതം ടി വിയിൽ വന്നപ്പോൾ അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ ഇപ്പോൾ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? അത് അന്ന് ടെലിവിഷനിൽ ഞാൻ കണ്ടപ്പോഴാണ് ഇന്ന് എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കാൻ പറ്റുന്നത്, ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇപ്പോൾ കാണണ്ടാത്തൊരു ആരും കാണണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം, ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അവർ കാണുകയേ വേണ്ട. പക്ഷേ അവരെ ആ സിനിമയിലേക്ക് അവരെത്തിക്കും. പ്രകൃതി അവരെ ആ സിനിമയിലേക്ക് എത്തിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ.
ദിലീപേട്ടൻ്റെ ബബ്ബ എങ്ങനെയുണ്ട്? നല്ല അഭിപ്രായമുള്ള എല്ലാവരും പറഞ്ഞു. നിങ്ങൾ പടം കണ്ട? അടുത്ത ഷോ ബുക്ക് ചെയ്തേക്കാണ്, ഫസ്റ്റ് ഷോക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ഈ പടം കാണും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമുണ്ട്. ഞാനല്ല പറയുന്നത്, ഞാൻ വർക്ക് ചെയ്ത ആളാ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ സ്ക്രിപ്റ്റോട്ട് കേൾക്കണത്. അപ്പോൾ അതായത് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി നമ്മൾ ആക്ച്വലി വന്നത് തന്നെ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഉത്തരം പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ചോദിക്കുകയാണ്. ഈ ദിലീപ് സിനിമകൾ ഇനി കാണില്ല, ബോയ്ക്കോട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നവരോട് എന്താണ് പറയാനുള്ളത് ഒരു പേഴ്സൺ എന്നുള്ള നിലയിൽ? അവരവരുടെ പേഴ്സണൽ ഡിസിഷൻസ് അല്ലേ, നമ്മളിപ്പോൾ എന്ത് പറയാൻ അതിനകത്ത്. അപ്പോൾ ഓരോരുത്തരുടെ ഞാൻ ആക്ച്വലി ഒരു ഫാനാണ്, അപ്പോൾ ഞാൻ കാണും, അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ വ്യൂ പോയിന്റിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ആളുകൾ ഒരുപാട് പേരുണ്ട്, ഒരു സിനിമ ഒരു പിന്നെ ഒരുപാട് പേരുണ്ട്. കാണില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ അതിനേക്കാൾ ഒരുപാട് കാണില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ തിയേറ്ററിൽ തന്നത്. അത് തന്നെ, അത് ഒരുപാട് പേരുണ്ട് അല്ലേ? അതെ അതെ, അത്രേ ഉള്ളൂ. കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ വന്ന് പടം കാണും. പടം എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കായെന്ന് പറയണു. ഭയങ്കരമായിട്ട് പിന്നെ ലോജിക്ക് പരിപാടി ഒന്നുമില്ല, അതൊന്നും ഇല്ലാതെ നേരെ പടം കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ബബ്ബ എന്നുള്ള പടത്തിൻ്റെ മൂഡ് തന്നെ. ലാലേട്ടനൊക്കെ ഒരുമിച്ച് വരാണ് ദിലീപേട്ടനായിട്ട്, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ നല്ല സ്ക്രീൻ പരിപാടിയൊക്കെ നല്ല പ്രസൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ പറയാതിരിക്കാൻ വയ്യ. ഓക്കെ. ദിലീപിന്റെ ബബ്ബ റിലീസായിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആൾക്കാരുടെ തിരക്കൊക്കെ? ആണോ? ഗതാഗതമൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് കാറൊക്കെ ഉണ്ട്. നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കുഴപ്പമില്ല. എന്താണ് ഇതുപോലൊരു തിരക്ക് അടുത്തുണ്ടായിട്ടില്ലേ? ആണല്ലേ? ഓക്കെയാണ്. ഈ ദിലീപിന്റെ സിനിമയൊക്കെ കാണില്ല എന്നൊക്കെ പറയുന്ന ഒരു വലിയ സമൂഹം കൂടെ ഉണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? കാണേണ്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് കാണണ്ട, അത്രേ ഉള്ളൂ അല്ലേ? പക്ഷെ നല്ല തിരക്കാണല്ലേ? ഓക്കെ, നിങ്ങൾ ഹാപ്പി അല്ലേ? പിന്നല്ലാതെ. ഓക്കെ. പണം വന്നല്ലേ ഞങ്ങളൊക്കെ മറന്നു പോകും, അതുകൊണ്ടാ കാര്യം. ഒന്നും തരില്ല. ആരാണ്? ദിലീപേട്ടനാണോ? ദിലീപേട്ടൻ മുന്നിൽ തരണ്ടെന്ന് പത്ത് തരൂല. ആരും നിങ്ങളെ കാണില്ല ഒന്നല്ലേ? കാണൂല. പക്ഷെ നിങ്ങളാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പൊ അവര് നന്ദി കാണിക്കണം. പിന്നെ തീർച്ചയായിട്ടും. കാരണം ഇവിടെ സുഗമമായിട്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളെ വന്ന് കാണാനുള്ള ഒരു മനസ്സ് എന്തായാലും ദിലീപേട്ടനോടൊപ്പം എല്ലാവർക്കും വേണം. യെസ്, അപ്പൊ നമ്മള് അഭിപ്രായങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ആളുകൾ എല്ലാവരും പറയുന്നത് ഒരു നല്ലൊരു എന്റർടൈനർ ആണ്. പക്ഷെ ഒരു കാര്യം എല്ലാവരും പറയുന്നുണ്ട്, ലോജിക്ക് മാറ്റി വെച്ചിട്ട് ഈ ബബ്ബ കാണാൻ വരിക. ലോജിക്ക് വെച്ച് ഈ സിനിമ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പക്ഷെ ലോജിക്കൊക്കെ മാറ്റി വെച്ച് മനസ്സിനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയച്ച് ഈ സിനിമ നിങ്ങൾ കാണാൻ വന്നാൽ ഉറപ്പായും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു ക്രിസ്മസ് വിരുന്നായിട്ട് കുടുംബത്തോടൊപ്പം കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ സിനിമ ബോയ്ക്കോട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട് കേട്ടോ. സ്ത്രീ സമൂഹം അടക്കം പറയുന്നത് ദിലീപിന്റെ ഏതൊക്കെ സിനിമ എത്രയൊക്കെ വലിയ ലെവലിൽ പോയാലും ഞങ്ങൾ കാണില്ല എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. പക്ഷെ ഒരു വലിയ സമൂഹം ഈ സിനിമ കാണാനും എത്തിയിട്ടുണ്ട്. ഇപ്പോഴും അടുത്തടുത്ത ഷോകളൊക്കെ ഫില്ലാണ്. സോ ലോജിക്ക് ഇല്ലാതെ വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഈ മാർക്ക് ആന്റണിയൊക്കെ പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലാലേട്ടന്റെയും ദിലീപേട്ടന്റെയും ഒക്കെ ഭയങ്കരമായ അഴിഞ്ഞാട്ടം, ഒരു മാഡ്നസ് തന്നെയാണ് ബബ്ബ എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന അഭിപ്രായം. താങ്ക് യു. ഓക്കെ.